ഭഗവാന്റെ പാദപത്മങ്ങൾ എല്ലാ ശ്രീകൃഷ്ണ ഭക്തന്മാരുടെയും ആഗ്രഹമാണ്. ഭഗവാന്റെ പത്മപാദങ്ങൾ ദർശിക്കണം. പാഞ്ചാലിയെപ്പോലെ ആ പാദങ്ങൾ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും കണ്ണുനീര് കൊണ്ട് കഴുകണം. അവസാനം ആ പാദങ്ങളിൽ വിലയം പ്രാപിക്കണം. എന്തുകൊണ്ടാണ് ഭക്തർ അതിനെ പാദപത്മങ്ങൾ എന്ന് വിളിക്കുന്നത്? ഭഗവാൻ കൃഷ്ണന്റെ പാദപത്മങ്ങൾ 19 മഹത്തായ ഐശ്വര്യങ്ങളാൽ സമ്പന്നമാണ്. ഇടതുപാദത്തിൽ അർദ്ധചന്ദ്രൻ, ജലപാത്രം, ത്രികോണം, വില്ല്, ആകാശം, പശുവിന്റെ കുളമ്പ്, മത്സ്യം, ശംഖ്. വലതുഭാഗത്തിൽ 8 പോയിന്റുള്ള നക്ഷത്രം, സ്വസ്തിക, ചക്രം, കുട, യവം, ആനക്കൊമ്പ്, പതാക, ഇടിമിന്നൽ, ഞാവൽപ്പഴം, ഊർധരേഖ, താമര എന്നിവയും. ഭഗവാൻ കൃഷ്ണന്റെ ഈ പാദചിഹ്നങ്ങൾ പ്രതീകാത്മകങ്ങളാണ്. അവ ഭക്തനെ നിർഭയത്വം, ഭൗതിക ലോകത്തിൽ നിന്നുള്ള മോചനം, ഭൗതിക ലോകത്തിലെ ഐശ്വര്യങ്ങൾ എന്നിവ നൽകുന്നു. ഭക്ത മനസ്സുകൾ ഭഗവത് പാദങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ഒരിക്കലും ഉപേക്ഷിക്കരുതേ എന്ന ഭാവത്തോടെ ആ പാദങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. ജ്ഞാനവും വൈരാഗ്യവും സർവമംഗളവും നൽകുന്നതിനോടൊപ്പം മനുഷ്യന്റെ 6 ശത്രുക്കളായ കാമം, അത്യാഗ്രഹം, ക്രോധം, മിഥ്യാധാരണ, അഹങ്കാരം, അസൂയ എന്നിവയെ വെട്ടിമാറ്റുന്നു. ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. ഭൗതിക പ്രവൃത്തിയുടെ 3 രീതികളെ മറികടക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നു. ജ്ഞാനികളും ശ്രീകൃഷ്ണ ഭക്തന്മാരും ഭഗവാന്റെ പാദപത്മങ്ങളെ ധ്യാനിക്കുകയും കൃഷ്ണന്റെ പാദകമലങ്ങളുടെ നിത്യസേവനത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കൃഷ്ണന്റെ പാദപത്മങ്ങളെ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഈ സംസാര സാഗരത്തിൽ നിന്നുള്ള മോചനവും ലഭ്യമാകുന്നു. ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിലായിരുന്നപ്പോൾ ഗോപബാലന്മാരോടൊപ്പം രാവിലെ പശുക്കളുമായി കാട്ടിൽ പോകുമ്പോഴും വൈകുന്നേരങ്ങളിൽ തിരിച്ചെത്തുമ്പോഴും കൃഷ്ണന്റെ പാദമുദ്രകളിൽ നിന്നും പൊടിയെടുക്കുവാൻ ഗോപികമാർ മത്സരിക്കാറുണ്ടായിരുന്നു. കൃഷ്ണനെയും ബലരാമനെയും മധുരയിലേക്ക് കൊണ്ടുപോകാനായി അക്രൂരർ വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഭഗവാന്റെ പാദചിഹ്നങ്ങൾ കണ്ട് രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ആ പാദചിഹ്നങ്ങൾ ഭക്തിപൂർവ്വം കിടന്നുരുണ്ടതായി ഭാഗവതം പറയുന്നു. വത്സസ്തേയത്തിൽ ബ്രഹ്മാവ് കൃഷ്ണന്റെ ഗോപാല സുഹൃത്തുക്കളെയും ആയിരക്കണക്കിന് പശുക്കളെയും കട്ടുകൊണ്ടുപോയി 1 വർഷത്തോളം ഗുഹയിൽ പാർപ്പിച്ചു. ഈ സമയത്ത് കൃഷ്ണൻ സ്വയം പശുക്കളും ഗോപാലകന്മാരുമായി അവരുടെ സ്വയം രൂപം പ്രാപിച്ച് 1 വർഷത്തോളം ഗോപികമാരുടെ ഭവനങ്ങളിൽ കഴിഞ്ഞു. തന്റെ തെറ്റ് മനസ്സിലാക്കിയ ബ്രഹ്മാവ് പശുക്കളെയും ഗോപാലകന്മാരെയും കൃഷ്ണനെ തിരിച്ചേൽപ്പിക്കുകയും ഭഗവാന്റെ പാദപത്മങ്ങൾ പതിഞ്ഞ മണ്ണിൽ ജീവിക്കുവാനും മുരളീനാഥം കേൾക്കുവാനും ഭഗവാനോടൊപ്പം കളിക്കുവാനും ആഹാരം കഴിക്കുവാനും ഭാഗ്യം ലഭിച്ച ഗോപികമാരുടെയും ഗോപാലകന്മാരുടെയും ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ തന്റെ സ്ഥാനം എത്രയോ നിസാരമാണെന്ന് ബ്രഹ്മാവ് കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും മനസ്സും ശരീരവും എപ്പോഴും ഭഗവാൻ കൃഷ്ണന്റെ പാദപത്മങ്ങളിൽ നിർലീനമായിരിക്കട്ടെ. ഭഗവാന്റെ കരുണയാൽ നാം ചെയ്യുന്ന സൽപ്രവൃത്തികൾ, കാരുണ്യപ്രവൃത്തികൾ എന്നിവയെല്ലാം തന്നെ നാം എവിടെയായിരുന്നാലും ഏത് സാഹചര്യങ്ങളായിരുന്നാലും ഭഗവാന്റെ പാദപത്മങ്ങളിൽ അചഞ്ചലമായ ഭക്തി പ്രദാനം ചെയ്യട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.